നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്റർ മയാമിയും അൽ അഹ്ലിയും തമ്മിലാണ് ഇന്ന് ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 5:30 കളി നടക്കുക. ഗ്രൂപ്പ് എയിൽ ഈ മത്സരം വിജയിച്ച് തുടങ്ങാനാണ് ലിയോ മെസ്സിയും സംഘവും ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈജിപ്ഷ്യൻ ടീമായിട്ടുള്ള അൽ അഹ്ലിയും കരുത്തരാണ്. നല്ല ഒരു പോരാട്ടം പ്രതീക്ഷിക്കണം. കാരണം ഇന്നലെ മഷ്റാന പറയുകയുണ്ടായി, അൽ അഹ്ലി നമ്മുടെ എതിരാളികൾ ടീം ശക്തിപ്പെടുത്തിയാണ് വരുന്നത്. 3-4 സൈനിങ്ങൾ അവർ ഈ വേൾഡ് കപ്പിനായിട്ട് നടത്തി. നമ്മൾ ഒരു സൈനിങ്ങും നടത്തിയില്ല. ഇത് നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നല്ലാതെ ഒന്നും നടന്നില്ല എന്നൊക്കെ പരിതപിക്കുന്ന മഷ്റാനുവെ നമ്മൾ കണ്ടു. എങ്കിലും പോരാട്ടങ്ങളേറെ കണ്ട, വിജയങ്ങളേറെ നേടിയെടുത്ത ലിയോ മെസ്സിയും ബുസ്കറ്റ്സും ആൽബയും സുവാരസും ഒക്കെ ഉണ്ട് എന്നത് തന്നെയാണ് ഇന്റർ മയാമിയുടെ ഒരു പ്രതീക്ഷ. ഈ ടൂർണമെൻറ്റ് നമുക്ക് ഇന്ത്യയിൽ എങ്ങനെ ലൈവ് കാണാൻ പറ്റും? ഇന്നലെ മുതൽ പല സുഹൃത്തുക്കളും വ്യാപകമായി ചോദിക്കുന്ന ചോദ്യമാണ്. അതിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ടൂർണമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെയ്സൺ ആണ്. അപ്പം ഡെയ്സൺ DAZN നമുക്കിത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. 63 മാച്ചുകളും ടൂർണമെൻറ്റിൻ്റെ മുഴുവൻ മത്സരങ്ങളും ഫ്രീ ആയിട്ട് DAZN കാണാൻ പറ്റും. ഇത് ഫിഫയും അറിയിച്ചിട്ടുണ്ട്. സോ അതൊരു ഓപ്ഷനാണ് എന്ന് മാത്രമല്ല, പിന്നെ ചില മീഡിയകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ യൂറോസ്പോർട്ട് ഇന്ത്യയിൽ മത്സരം കാണാൻ പറ്റും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഫാൻ കോഡ് ലൈവ് സ്ട്രീമിംഗ് നടത്തുമെന്നും മീഡിയ റിപ്പോർട്ടുകളുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഫാൻ കോഡിൽ ഇതുവരെ അങ്ങനെ ലൈവ് എന്ന് പറയുന്നില്ല, ലൈവ് സ്കോർ അപ്ഡേറ്റ് എന്നേ കാണിക്കുന്നുള്ളൂ ഈ മത്സരങ്ങൾ. എന്തായാലും DAZN ലൈവ് കാണാൻ പറ്റും, യൂറോസ്പോർട്ടിൽ കാണാൻ പറ്റുമെന്ന് മീഡിയ റിപ്പോർട്ടുകളും വരുന്നു. അപ്പോൾ ഇന്ന് മുതൽ ആ പൂരം തുടങ്ങുകയാണ്. കാത്തിരിക്കാം നാളെ പുലർച്ചയിലെ ആ ഉദ്ഘാടന പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.